പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒരുമിച്ചിരുന്ന സ്വഹാബത്തും ഒരുമിച്ചിരുന്ന് ഒരു പോരാട്ട പ്രതിജ്ഞയ്ക്ക് വേണ്ടി അവർ സമ്മേളിച്ച ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന്റെ മുന്നിലേക്ക് ആളുകൾ വരുന്നതും അവിടെ നമസ്കാരം ആരംഭിക്കുന്നതുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് മുറിച്ചു മാറ്റിക്കളയാൻ. ആളുകളുടെ ആദർശത്തെ ചോർത്തിക്കളയുന്ന എല്ലാത്തരം കാര്യങ്ങളിൽ നിന്നും ജാഗ്രത പാലിക്കുന്ന പാഠങ്ങളാണ് പൂർവകാല മുസ്ലിങ്ങൾ പഠിപ്പിച്ചു തന്നത്. എത്ര പോരിശയുള്ള മരമാണ്, എത്ര പോരിശയുള്ള മരമാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും സാന്നിധ്യം കൊണ്ട്, സാമീപ്യം കൊണ്ട് അനുഗ്രഹീതമായ വൃക്ഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന അശ്ശജറ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പേരെടുത്തു പറഞ്ഞ ഒരു വൃക്ഷത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യന്റെ നിർദ്ദേശപ്രകാരം മുറിച്ചു മാറ്റപ്പെടുകയാണ്. ഈമാൻ, വിശ്വാസം, ആദർശം, അതിലൂന്നിയ ജീവിത സംസ്കാരം വളരെ പ്രധാനമാണ്. ഇതിനെ മുൻനിർത്തിക്കൊണ്ടാകണം സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുമായി, ആഘോഷങ്ങളുമായി നമ്മൾ ബന്ധപ്പെടേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവരുടെ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ എണ്ണിപ്പറയുന്നിടത്ത് വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ സൂറിന് സാക്ഷിയാവുകയില്ല. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രബലനായ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുഫസ്സിർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, സൂർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അഅയാദുൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധകരുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെ മുൻനിർത്തിയാണ് ഈ സൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. വല്ലദീന ലാ യശ്ഹദൂന സൂർ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ക്വാളിറ്റി എന്താണ്, അവരുടെ യോഗ്യത എന്താണ്, അവരുടെ പ്രത്യേകത എന്താണ്? ബഹുദൈവത്വ സംസ്കാരത്തിന്റെ പിൻബലമുള്ള കയ്യൊപ്പുള്ള ആഘോഷ പരിപാടികളിൽ നിന്ന്, അത്തരം സമ്പ്രദായങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും, അതിന് സാക്ഷിയാവുകയില്ല. അത്തരം ലഘുവുകളിലൂടെ അവർ മുന്നോട്ട് പോയാൽ, ഒരാവശ്യവുമില്ലാത്ത, തങ്ങൾക്ക് ഒരു തരത്തിലും നേട്ടങ്ങൾ നൽകാത്ത അത്തരം കാര്യങ്ങളുടെ മുന്നിലൂടെ പോയാൽ മർറൂ കിറാമ, വളരെ മാന്യന്മാരായി അവർ